പാർക്ക മൃദംഗനാദം വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നു, ഒരു തട്ടിക്കൂട്ടിയ പരിപാടിയാണ് എന്നൊക്കെയാണ് കലൂരിൽ നടന്നത് പറയുന്നത്. മൃദംഗനാദത്തെ പൂട്ടാൻ CBI വരുമോ? മൃദംഗനാദം തട്ടിപ്പിനകത്ത് കേരള പോലീസ് അന്വേഷിക്കാതെ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് പല ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. കാരണം അത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും കൊച്ചിയിലെ പോലീസുമായി ബന്ധപ്പെട്ടും നിരവധിയായ ആരോപണങ്ങൾ ഈ പരിപാടിക്ക്, അതെ, കമ്മീഷണർ കലക്ടറുടെയും പേര് അവർ പറഞ്ഞിട്ടുണ്ട്. കലക്ടറും കമ്മീഷണറും അറിയുന്ന പരിപാടിക്കെതിരെയാണോ നിങ്ങൾ പരാതിപ്പെടുന്നത്, നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഒരു തരത്തിൽ യഥാർത്ഥത്തിൽ ഇയാൾ കള്ളം പറഞ്ഞതാണെങ്കിൽ പോലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത പ്രവൃത്തികൾ ഇതിനെ സാധൂകരിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം 21-ാം തീയതി നടക്കുന്ന ഒരു പരിപാടിക്ക് ഇദ്ദേഹം വിളിച്ച് പരാതി പറയുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, 30-ാം തീയതിക്ക് ശേഷം നമുക്ക് സമയമുള്ളപ്പോൾ ഇരിക്കാമെന്നാണ് പറയുന്നത്. അതായത് പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ വരയ്ക്ക് പോട്ടെ, എന്നിട്ട് നിങ്ങൾ പരാതി കൊണ്ടുതരൂ, നമുക്ക് എന്തെങ്കിലും നോക്കാം എന്ന് പറയുന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിനെ സംരക്ഷിക്കാൻ ചില ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇത്ര ധൈര്യത്തോടു കൂടി അതിനെ അനുകൂലമായി പ്രവർത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ധൈര്യം കിട്ടിയത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും DGPയും ADGPയും ഒക്കെയാണല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ഈ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും അറിവില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു ശക്തമായ നിർദ്ദേശം ഇവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇവർ ഒരിക്കലും ഇത്ര ധൈര്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. ഇനി ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലെ ഈ SHO ഉൾപ്പെടെയുള്ള ഇവരോട് സംസാരിച്ച, ഈ പരാതിക്കാരനോട് സംസാരിച്ച ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം നടപടിയെടുത്ത് പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുമെന്നുള്ളതാണ്. ഗുരുതരമായ തെറ്റാണ് ഈ പോലീസുകാർ ചെയ്തത് എന്നുള്ളതാണ്. ഇതിൽ പലരുടെയും ആവശ്യം എന്താണ്? കേരള പോലീസിനെതിരെ തന്നെ പോലീസ് അന്വേഷണം നടക്കുമോ? എന്തെങ്കിലും തരത്തിൽ അവരെ കുറ്റവാളിയായി ഇവർ ചിത്രീകരിക്കുമോ? വളരെ വലിയ ചോദ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം വരുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല ഒരു ഉദ്യോഗസ്ഥനൊക്കെ വന്നു കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്വേഷിച്ചേക്കാം. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ തട്ടിപ്പിനെതിരെ സംസാരിക്കുന്നില്ല. കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ മാത്രമാണ്. അതായത് വേദി ശരിയാക്കിയില്ല എന്നുള്ള കാര്യത്തിൽ. DYFIയോ CPMോ മറ്റു പാർട്ടിക്കാരോ ആരും തന്നെ, BJP പോലും ഇതിനുള്ള സാമ്പത്തിക തട്ടിപ്പ്, ഇതിനുള്ള ദിവ്യ ഉണ്ണിക്കുള്ള പങ്ക്, ഈ വലിയ ഈ പറഞ്ഞ മൃദംഗ വിഷൻ എന്ന് പറയുന്ന വയനാട്ടിലെ തട്ടിക്കൂട്ട് ഓഫീസൊക്കെയുള്ള ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളെ പറ്റിയുള്ള ആരോപണം ഇതൊന്നും ഉന്നയിക്കുന്നില്ല. പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് VD സതീശൻ അത് അറിഞ്ഞ മട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ED അന്വേഷണമോ CBI അന്വേഷണമോ വരണം എന്ന് തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന ആവശ്യം. ED അന്വേഷണം വന്നാൽ, അല്ലെങ്കിൽ CBI അന്വേഷണം വരികയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ കാര്യം അന്വേഷിക്കാൻ പറ്റും. CBI വരേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പോലീസിനെതിരെ തന്നെ ആരോപണം ഉയർന്ന സ്ഥിതിക്ക്, ഗുരുതരമായ ആരോപണമാണ് കൊടുത്തത്, അതിനെതിരെ ഒരു കേസ് പ്രത്യേകമായി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസിക്ക് പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഇതിന്റെ പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ, ഇതിന്റെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എവിടെ നിന്നാണ് ഈ നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്, എന്താണ് ഇവർ പരാതി രജിസ്റ്റർ ചെയ്യാൻ വൈകിയത്, പരാതിക്കാരനോട് ഇത്ര അപമര്യാദയായി പെരുമാറാൻ എന്തുകൊണ്ട് കഴിഞ്ഞു, പോലീസ് കമ്മീഷണറുടെയും കലക്ടറുടെയും പേര് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്താൻ പ്രതികൾക്ക് എങ്ങനെ ധൈര്യം വന്നു, നിങ്ങൾ ഹൈക്കോടതിയിലല്ല എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, ഞങ്ങൾ ഇത് നടത്തിയിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ കമ്മീഷണറുടെയും കലക്ടറുടെയും പേര് വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരത്തിലൊക്കെ ഉള്ളതൊക്കെ ഗുരുതരമായ കുറ്റങ്ങളാണ്. ഇത്തരം ഗുരുതരമായ കുറ്റങ്ങൾ അന്വേഷിക്കാൻ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ അതിൽ ഒരു പരിധിവരെ എന്തുണ്ടാവും, നീതിയുക്തമായ അന്വേഷണം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തത്, ഇവിടെ നടന്ന തട്ടിപ്പ്, സാമ്പത്തികപരമായ തട്ടിപ്പ്. ഒരു കൃത്യമായ ബില്ല് കൊടുക്കാതെ, റെസീറ്റ് കൊടുക്കാതെയാണ് ഇവരിൽ നിന്ന്, ആളുകളിൽ നിന്നൊക്കെ പൈസ വാങ്ങിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പറയുന്നു 4500, 3500 മാത്രമാണ് ഞങ്ങൾ വാങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല, 12,000 വാങ്ങിയ ആളുകളുണ്ട്, 8,000 വാങ്ങിയ ആളുകളുണ്ട്, 6,500 വാങ്ങിയ ആളുകളുണ്ട്, എക്സ്ട്രാ പൈസ, സാരിയുടെ പൈസ എക്സ്ട്രാ വാങ്ങിയ ആളുകളുണ്ട്, ഭക്ഷണത്തിൻ്റെ പൈസയും മേക്കപ്പിൻ്റെ പൈസയും വണ്ടിക്കാശും എല്ലാം കൊടുത്ത് അത് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് അടുത്താണ് വന്നത്. ഇനി അതുമൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന
JNN സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി 240, 140 തുടങ്ങി വ്യത്യസ്ത സംഖ്യകളിലുള്ള പൈസ അടച്ചിട്ട് മാത്രമാണ് ഇവരോടൊപ്പം വന്ന കുടുംബങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഉള്ളിൽ കയറാൻ വേണ്ടി കഴിഞ്ഞത്. മൊത്തത്തിൽ ഒരു 10-11 കോടി രൂപയുടെ തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി ED അന്വേഷണം വരേണ്ടതല്ലേ? കൃത്യമായി പറയുകയാണെങ്കിൽ ED അന്വേഷണം വരേണ്ടതാണ്. കേരളത്തിലെ സാമ്പത്തിക കാര്യങ്ങളുമായി മറ്റ് അഴിമതികളുമായൊക്കെ ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന വിജിലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതിനെതിരെ ശബ്ദിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ വിജിലൻസോ പോലീസ് ഡിപ്പാർട്ട്മെന്റോ ഇത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യമുണ്ടോ? ഒരു തരത്തിൽ ഉമാ തോമസ് MLA ജീവൻ പോലും ഈ നാറികളുടെ തട്ടിപ്പിന്റെ പുറത്ത് അപകടത്തിലായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ അധികം നൃത്തത്തിന് വന്നിട്ടുള്ള, അതായത് നൃത്തം അവിടെ ചെയ്ത് തങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന ഗിന്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന കുട്ടികളൊക്കെ ഇപ്പോൾ പറയുന്നത് തങ്ങളൊക്കെ വഞ്ചിക്കപ്പെട്ടോ എന്നുള്ള കാര്യമാണ്. അവിടെ ഒരു നർത്തകി അന്ന് തന്നെ ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട അന്ന് ദിവസം തന്നെ രാത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചൊരു കുറിപ്പുണ്ട്. അതായത് ഉമാ തോമസ് വീണ സമയം തന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഇതിനകത്ത് ഒരു ധാർമ്മികമായ ഒരു ബോധവുമില്ല, ഒരു മൂല്യവുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് താൻ ആ പരിപാടിയിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞിരുന്നു. അതായത് ആ പരിപാടിക്കിടയിൽ തന്നെ മാനുഷികമായി യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അവർ ആ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാകുകയാണ്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന അരുൺ ദേവിനെ പോലുള്ള ആളുകൾ ന്യായമായ സംശയങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന് ഇവരോടൊന്നും യാതൊരു പകയില്ല, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, അദ്ദേഹത്തിന് എന്തിന് പക വേണം? തൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടിയിട്ട് ഇതിലൊരു അവസരം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോയ ഒരു മനുഷ്യൻ ഇവരുടെ തട്ടിപ്പുകളുടെ കാര്യങ്ങൾ ഓരോന്നായി തന്നിലേക്ക് എത്തിത്തുടങ്ങിയപ്പോൾ ആദ്യമായി ഇവർ ഫോൺ വിളിച്ചിട്ട് തെറി പറയുന്നു ഇദ്ദേഹത്തെ, അതിനുശേഷം ഇദ്ദേഹത്തോട് മോശമായി സംസാരിക്കുന്നു, അതിനുശേഷം പൈസ അയക്കാൻ വേണ്ടി പറഞ്ഞ CEO വിളിക്കുന്നു, ആ CEO വിളിച്ചതിന് ശേഷം ഇദ്ദേഹം പൈസ അയച്ചപ്പോൾ അത് അയക്കാൻ വേണ്ടി ഈ പറഞ്ഞ UPI ID പ്രവർത്തനരഹിതമാണ് എന്ന് പറയുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുമ്പോൾ ഇവർ വേർക്കുന്നു. അതും കഴിഞ്ഞിട്ട് ഇദ്ദേഹം നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് പോകുമെന്ന് പറയുമ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടാകുന്നു. അതിനുശേഷവും ഇദ്ദേഹത്തെ വിളിക്കുന്നത് പ്രതികൾ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾ പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് തന്നെ വരൂ എന്ന് പറയുന്നു. അങ്ങനെ അത് പ്രതികൾ അറിയണമെങ്കിൽ പാലാരിവട്ടം സ്റ്റേഷനിലെ പോലീസുകാർ ഇത് കൃത്യമായി പ്രതികളെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ ഇവർ പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വരും, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഈ തരത്തിൽ എല്ലാവിധ ആളുകളുടെയും ഒത്താശയോടുകൂടി ഇവർ ചെയ്ത കാര്യത്തെ അന്വേഷിക്കുക തന്നെ വേണം. രണ്ടാമത്തത് കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന സ്ഥാപനവും ജോയ് ആലുക്കാസ് എന്ന് പറയുന്ന സ്ഥാപനവും ഇതിനെ പറ്റി വിവാദത്തിലായില്ലേ? ഇവർ 12,000 ആളുകൾക്ക് വേണ്ടി സാരി കല്യാൺ തയ്ച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, പട്ട് സാരി. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എങ്ങനെയാണ് ഈ പറയുന്ന കോട്ടൺ സാരി മാത്രം കിട്ടുക? ദിവ്യ ഉണ്ണിക്ക് മാത്രമാണോ പട്ട് സാരി കിട്ടിയത്? സൗജന്യമായി കൊടുക്കുമെന്ന് പറയുന്ന സാരി പോലും കിട്ടിയിട്ടില്ല. പിന്നെ പൈസ കൊടുത്തതിനും പോലും പട്ട് സാരി കൊടുക്കാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഈ ജോയ് ആലുക്കാസും കല്യാൺ സിൽസും ഒക്കെ ആരോപണങ്ങളുടെ നേരിലാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവരൊക്കെ രംഗത്തേക്ക് വന്നിട്ട് തങ്ങൾ എത്ര പണമാണ് കൊടുത്തത്, അല്ലെങ്കിൽ തങ്ങൾ എന്താണ് ഇതിൽ ചെയ്തത് എന്നുള്ള കാര്യം സത്യസന്ധമായി തുറന്നു പറയാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഇവരും ആരോപണത്തിൻ്റെ നേരിലാകും. ഇവരും പൈസ കൊടുത്തു, അതായത് ഈ ആളുകളോടൊക്കെ വാങ്ങിയ പൈസയ്ക്കപ്പുറത്തേക്ക് ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ഇവർ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ സ്പോൺസർഷിപ്പ്? ഒരു സ്ഥാപനം ഒരു പരിപാടിക്ക് സ്പോൺസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം സൗജന്യമായി തുണി നൽകിക്കൊണ്ട്, ഇപ്പോൾ തുണിക്കടയാണെങ്കിൽ ആ സാരിയോ മറ്റു വസ്ത്രങ്ങളോ എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ ചെലവിൽ നിർമ്മിച്ച മത്സരാർത്ഥികൾക്ക് നൽകുക എന്നുള്ളതാണ്. ഇവിടെ പൈസ വാങ്ങിയിട്ടാണ് ഈ പറയുന്ന സാരി ഇവർക്ക് കോട്ടൺ സാരി കൊടുത്തത്. കോട്ടൺ സാരിക്ക് 1,600 രൂപയുണ്ടോ? 300 രൂപ എന്നാ പറയുന്നത് അല്ലേ? ആ സാരിക്ക്, ആ കുട്ടികൾ ഉപയോഗിച്ച സാരിക്ക് 300 രൂപയാണ്. അപ്പോൾ ഇതിൽ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന കല്യാണിന് ഈ 300 രൂപയുടെ കോട്ടൺ സാരി ഇല്ലേ? അപ്പൊ കല്യാൺ കൊടുത്ത 12,500 സാരികൾ എവിടെയാണ്? അതാണ് ചോദ്യം. കല്യാൺ സിൽക്സിന് ഈ സംഘാടകർ പൈസ കൊടുത്തു എന്ന് സംഘാടകർ പറയുന്നില്ല എങ്കിൽ അവിടെ അത് കല്യാൺ വ്യക്തമാക്കണം. തങ്ങൾ സൗജന്യമായിട്ടാണ് സാരി കൊടുത്തത്, തങ്ങൾക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള തങ്ങൾ സ്പോൺസർ ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുക. അപ്പോൾ പിന്നെ അവിടെ ആ കൺഫ്യൂഷൻ തീരുമല്ലോ. മാത്രമല്ല ഇതിന്റെ പുറകിൽ ഉയരുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് കല്യാൺ സിൽക്സുമായി ബന്ധപ്പെട്ട് കല്യാൺ സിൽക്സ് സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി പണവും ഇവർക്ക് കൊടുത്തിരുന്നു എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അതിൽ ഒരു കൃത്യമായ വ്യക്തത ആര് വരുത്തണം? കല്യാണും ജോയ് ആലുക്കാസും വരുത്തണം. ജോയ് ആലുക്കാസ് ഇവർക്ക് ഏത് തരത്തിലുള്ള സ്പോൺസർഷിപ്പാണ് നൽകിയത്? അവിടെ ഒരുപാട് ചെലവുണ്ട്. ആ ചെലവെല്ലാം ഈ ജോയ് ആലുക്കാസ് ആണോ വഹിച്ചത്? ഈ ജോയ് ആലുക്കാസ് അവിടെ വേദിയിലുണ്ടായിരുന്നു.
ഈ കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിൽ ജോയ ലൂക്കാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ വരെ പങ്കെടുപ്പിച്ചൊരു പരിപാടിക്കകത്ത് അവർ ഒരുപാട് ചെലവുകൾ അവിടെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം എടുത്ത തുക, ഈ ഗിന്നസ് റെക്കോർഡ്, അതുപോലെ തന്നെ ഈ തൊട്ടപ്പുറത്ത് നിന്ന് പിന്നെ ഇവർ സ്പോൺസർഷിപ്പിൽ വാങ്ങിച്ച തുക, ഇതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് ഒരു വ്യക്തമായ സാമ്പത്തിക അന്വേഷണ ഏജൻസി അന്വേഷിച്ച് കൃത്യമായ ഒരു എന്താണ് പിന്നെ ഇതിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മൾ അറിയുന്നതിനേക്കാൾ മുകളിലുള്ള തട്ടിപ്പുകളാണ് ഈ പറയുന്ന ഒരു ഗിന്നസ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിക്കൂട്ടുന്ന പരിപാടികൾക്ക് പുറകിൽ ഒരുപാട് ആളുകളുടെ പണം മുക്കുക, അതിനൊരുപാട് രാഷ്ട്രീയക്കാരും അങ്ങനത്തെ ആളുകളൊക്കെ ഒത്താശ ചെയ്യുക, പോലീസുകാർ ഒത്താശ ചെയ്യുക. ഈ തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ.